ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സസൈസുകൾ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14, അതായത് 1 തൊട്ട് 14 വരെയുള്ള നമ്പേഴ്സ് ആണ് സെറ്റ് എയിലുള്ളത്. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 where x comma y belongs to A. Write down its domain, codomain and range. അപ്പോൾ ഇവിടെ ഇതിന്റെ റിലേഷൻ ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻ ആണ്. റിലേഷൻ നമുക്കിവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ റിലേഷൻ നമുക്ക് നിങ്ങൾ താഴേക്ക് ഒന്ന് എടുത്തെഴുതുക കേട്ടോ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഈ റിലേഷനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 3x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്നെങ്കിൽ y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കിട്ടണം അല്ലേ. അപ്പൊ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 3x അല്ലെങ്കിൽ 3x ഈസ് ഈക്വൽ ടു y, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. നമുക്ക് y ഈസ് ഈക്വൽ ടു 3x എന്ന് എഴുതാം. അതായത് ഈ നെഗറ്റീവ് y ഈക്വൽസിന്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? y ആവും. അപ്പൊ y ഈസ് ഈക്വൽ ടു 3x എന്നായി. പിന്നെന്താണ്? where xy belongs to a. ഇനി നോക്കിയാൽ y ഈസ് ഈക്വൽ ടു 3x ആണെങ്കിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? r ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വൈക്ക് നമ്മൾ 1 കൊടുത്താൽ അല്ലെങ്കിൽ എക്സിന് 1 കൊടുത്താൽ y എന്താവും? y ഈസ് ഈക്വൽ ടു 3x എന്നാണ്. അപ്പൊ എക്സിന് നമ്മൾ 1 കൊടുത്താൽ എന്താവും? 3 into 1, അപ്പൊ y 3 ആവും. എക്സിന് 1 കൊടുത്താൽ y 3 ആവും. ഇനി എക്സിന് 2 കൊടുത്താൽ y എന്താവും? 3 2s are 6 എന്നാവും. എക്സിന് 3 കൊടുത്താൽ y എന്താവും? 3 3s are 9. എക്സിന് 4 കൊടുത്താൽ y എന്താവും? 4 3s are 12. ഇനി എക്സിന് 5 കൊടുത്താൽ 5 3s are 15 ആവും. പക്ഷെ നമുക്കിവിടെ 14 വരെ ഉള്ളൂ. അതുകൊണ്ട് എക്സിന് 4 വരെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എക്സിന് 1 കൊടുത്താൽ y 3 ആവും. അപ്പൊ 1,3. എക്സിന് 2 കൊടുത്താൽ y 6 ആവും. 2,6. എക്സിന് 3 കൊടുത്താൽ y 9 ആവും. അപ്പൊ 3,9. എക്സിന് 4 കൊടുത്താൽ y 12 ആകും. അപ്പൊ 4,12. അപ്പൊ നമ്മുടെ റിലേഷൻ നമുക്കിവിടെ റോസ്റ്റർ ഫോമിൽ നമുക്ക് കിട്ടി. ഇനി എന്തൊക്കെ എഴുതാനാ പറഞ്ഞേ? റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പൊ ഡൊമൈൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഡൊമൈൻ? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിലേഷനിലെ ഓരോ പെയറിന്റെയും ആദ്യത്തെ എലമെന്റുകളാണ് എന്താ? ഡൊമൈൻ. ആദ്യത്തെ എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തൊക്കെ വരും? 1 2 3 4, ഇത്രയും ഡൊമൈൻ ആണ്. ഇനി അടുത്തത് റേഞ്ച്. റേഞ്ച് എന്താണ്? ഈ പെയറിലെ സെക്കൻഡ് എലമെന്റ് ആണ് റേഞ്ച്. അപ്പൊ 3 6 9 12 ആണ് റേഞ്ച് ആയിട്ട് വരിക. 3 6 9 12. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് എ തന്നെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 1 2 3 എക്സെട്ര 14. അപ്പൊ ഇവിടെ കോഡൊമൈനകത്ത് രണ്ടും നമുക്ക് സെറ്റ് എ തന്നെ തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എ എഴുതിയത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു.